റൂളിങ്ങിനെ നിരീക്ഷിക്കുന്നതിനായി ഷീ അവിടെ സ്പൈസിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിഞ്ചു അവിടെ വന്നത് അയാൾ അറിയുന്നു. അതുകൊണ്ട് അയാൾ റൂളിങ്ങിനെ വിളിപ്പിച്ച് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. നിഞ്ചുവിൻ്റെ സ്കെയിലിൻ്റെ ഒരു ഭാഗം അയാൾക്ക് കിട്ടിയിരുന്നു. അത് കാണിച്ചുകൊണ്ട് ചോദിച്ചതിനാൽ തെളിവ് സഹിതമാണല്ലോ, അതുകൊണ്ട് തന്നെ റൂളിങ്ങിനെ നിഷേധിക്കാൻ പറ്റുന്നില്ല. പക്ഷേ സിമാജിയാവോ എവിടെയാണ് എന്നുള്ള കാര്യം നിഞ്ചുവിന് അറിയില്ല എന്ന് റൂളിങ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. എവിടെയാണെന്ന് അറിയില്ലെങ്കിലും അവനെ ഉപയോഗിച്ച് സിമാജിയാവോയെ കണ്ടെത്താനാണ് ഷീയുടെ ഉദ്ദേശം. നിഞ്ചു അപകടത്തിലാണെന്ന് അറിഞ്ഞാൽ സിമാജിയാവോ എന്തായാലും അവനെ രക്ഷിക്കാൻ വരുമല്ലോ. അങ്ങനെ സിമാജിയാവോ എവിടേക്ക് വരുത്താനാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. റൂളിങ്ങിന് അതനുസരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. സിമാജിയാവോ പുറത്ത് പോയി തിരികെ വന്നപ്പോൾ ഒരു മിററാണ് തിങ്ങാൻ ഗിഫ്റ്റായി കൊണ്ടുവന്നത്. അതൊരു മാന്ത്രിക കണ്ണാടിയാണ്. അതിൻ്റെ പേരായിട്ടുള്ള മറ്റൊരു കണ്ണാടി അവൻ്റെ കയ്യിലുമുണ്ട്. അതുപയോഗിച്ച് വീഡിയോ കോൾ ചെയ്യുന്ന പോലെ അവർക്ക് രണ്ട് ഭാഗത്ത് നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി പറ്റും. 1000 കിലോമീറ്റർ ദൂരെയൊക്കെ ആണെങ്കിലും അതിൻ്റെ ശക്തി കൊണ്ട് അവർക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റും. സ്പിരിച്വൽ പവർ അതിനുള്ളിലേക്ക് കടത്തിവിടണമെന്ന് മാത്രം. എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ അവൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തിങ്ങാൻ ഗിഫ്റ്റ് ശരിക്കും ഇഷ്ടപ്പെടുന്നു. സെൽഫോണിൽ കാണുന്ന പോലെ അത്ര ക്വാളിറ്റി അതിൽ കാണുന്ന ഇമേജിനുണ്ടാവില്ല എന്നൊരു വിഷമം മാത്രമേ അവൾക്കുള്ളൂ. അതവൾ പുറമെ പറയുന്നില്ല, മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. എന്നിട്ടും അവനത് കേൾക്കുന്നുണ്ട്. അവൾക്കത് ഇഷ്ടപ്പെട്ടു കാണില്ല എന്ന് കരുതി അവനത് തിരികെ വാങ്ങി കളയാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് അവൻ്റെ കയ്യിൽ നിന്ന് അത് പിടിച്ച് വാങ്ങിക്കാൻ തുടങ്ങുന്നു. അവൾക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ പകരമായിട്ട് എന്ത് ഗിഫ്റ്റാണ് തരാൻ പോകുന്നതെന്നും അവൻ ചോദിക്കുന്നുണ്ട്. അതിന് അവൾ അവനെ ഒന്ന് കിസ് ചെയ്യുന്നു. ഇതാണോ നിൻ്റെ താങ്ക് യു ഗിഫ്റ്റ് എന്ന് അവൻ ചോദിച്ചപ്പോൾ, ഇത് ഗിഫ്റ്റല്ല, ഇപ്പോൾ നീ എൻ്റെ വെറും ബോയ് ഫ്രണ്ട് മാത്രമല്ല, അതിനേക്കാൾ കുറച്ചുകൂടി മുകളിലാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നതെന്ന് അവൾ വ്യക്തമാക്കുന്നു. ബോയ് ഫ്രണ്ട് എന്ന് വെച്ചാൽ ആരാണെന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ അത് ആരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനേക്കാൾ കുറച്ചുകൂടി മുകളിലുള്ള ആളെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അവൻ വീണ്ടും ചോദിക്കുന്നു. അതിന് മറുപടിയായിട്ട് അവൾ വീണ്ടും അവനെ കിസ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരുടെയും സോൾ മാനറിനുള്ളിലേക്ക് കടന്ന് അവിടെ വെച്ചും കിസ് ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഉണർന്നപ്പോഴും തിങ്ങാൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് തലേന്ന് രാത്രിയിലെ ഈ സംഭവങ്ങളാണ്. അവൾ മനസ്സിനെ അടക്കാൻ നന്നായി പാടുപെടുന്നുണ്ട്. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് മുഖത്തൊക്കെ തൊട്ട് നോക്കി അവൻ വളരെ ക്യൂട്ടാണല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഉണരുന്നുണ്ട്. അവൻ വേഗം അവളെ അടുത്തേക്ക് പിടിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൾ ചാടി എഴുന്നേറ്റിരുന്ന് ആ മിറർ കയ്യിലെടുക്കുന്നു. ഇതുപോലത്തെ കുറേ എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ പല ഭാഗത്തായി കൊണ്ടുപോയി സ്ഥാപിച്ചിട്ട് ഒരു ലൈവ് സ്ട്രീമിംഗ് നടത്താമായിരുന്നല്ലോ എന്നൊക്കെ അവളപ്പോൾ പറയുന്നു. എന്താണ് ലൈവ് സ്ട്രീമിംഗ് എന്ന് അവൻ ചോദിച്ചപ്പോൾ പിന്നെ അവൾ അതൊക്കെ വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ആ കണ്ണാടിയിൽ നിന്ന് എന്തെങ്കിലും സൗണ്ട് കേൾക്കുകയാണെങ്കിൽ അതെടുത്ത് അതിനുള്ളിലേക്ക് സ്പിരിച്വൽ പവർ കടത്തി വിട്ടിട്ട് ഒന്ന് തട്ടിയാൽ മതിയെന്ന് അവൻ പറഞ്ഞു കൊടുക്കുന്നു. അടുത്ത തവണ അവൻ പുറത്ത് പോയപ്പോൾ ആ കണ്ണാടി ഉപയോഗിച്ച് അവളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവൾ ക്ലാസ്സിലായിരുന്നെങ്കിലും മാജിക് ഉപയോഗിച്ച് ചുറ്റുമൊരു സീലുണ്ടാക്കി മറ്റാർക്ക് കാണാൻ കഴിയാത്ത വിധമാണ് അവനുമായി സംസാരിച്ചത്. കണ്ണാടിയിൽ കൂടി അവനുമായി അങ്ങനെ സംസാരിച്ചപ്പോൾ വീഡിയോ കോൾ ചെയ്യുന്നത് പോലെയാണ് അവൾക്ക് ഫീൽ ചെയ്തത്. ഇവിടെ ഈ കൾട്ടിവേഷൻ വേൾഡിൽ ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കാൻ കഴിയുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നതല്ലോ. വീഡിയോ കോളിനെ പറ്റി പറഞ്ഞപ്പോൾ പിന്നെ അതെന്താണെന്നൊക്കെ അവന് വിശദമായി പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നുണ്ട്. അവൻ ലൈവായിട്ട് അവിടെ ഉള്ളതൊക്കെ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. സിമാജിയാവോ ആദ്യം താമസിച്ചിരുന്ന ആ സ്ഥലത്തേക്കാണ് അവൻ വന്നത്. അവിടമൊക്കെ ഇപ്പോൾ റിപ്പയർ ചെയ്ത് ശരിയാക്കിയിരിക്കുന്നു. അതൊക്കെ അവൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞാൽ ആരെങ്കിലും അവനെ കാണില്ലേ എന്ന് തിങ്ങാൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ അദൃശ്യനായി തന്നെയാണ് ഇവിടെ നടക്കുന്നത്, അതുകൊണ്ട് ആർക്കും എന്നെ കാണാൻ സാധിക്കില്ല എന്ന് അവൻ പറയുന്നു. അവനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവന് നേരെ ഒരു അറ്റാക്ക് ഉണ്ടാകുന്നുണ്ട്. അത് കാരണം തിങ്ങാൻ കുറച്ച് സമയം അവനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതെന്താ ഇതിൻ്റെ സിഗ്നൽ പോയോ എന്നൊക്കെ അവൾ എഴുന്നേറ്റ് നിന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. തന്നെ ആക്രമിച്ചവരെ സിമാജിയാവോ തൻ്റെ കൺട്രോളിലാക്കിയിട്ട് മുമ്പത്തെ പോലെ അവരെയും സ്പിരിറ്റ് ഫയർ കണ്ടെത്താനുള്ള അന്വേഷണത്തിനായി നിയോഗിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ വീണ്ടും കണ്ണാടിയുടെ അടുത്തേക്ക് എത്തി തിങ്ങാനുമായി സംസാരിക്കുന്നു. നിഞ്ചു ഈ സമയം സിമാജിയാവോയെ അന്വേഷിച്ച് പുറപ്പെട്ടിരുന്നു. അവനിങ്ങനെ തിരിഞ്ഞു നടക്കുന്ന സമയത്താണ് റൂളിൽ ആ വിസിൽ മുഴക്കുന്നത് അവൻ കേട്ടത്. അവനെ വിളിക്കുന്നതിന് വേണ്ടിയാണല്ലോ അവൾ അത് ഉപയോഗിക്കുന്നത്. അങ്ങനെ അവൻ എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും എന്ന് കരുതി റൂളിങ്ങിൻ്റെ അടുത്തേക്ക് പോകുന്നു. ഷീ ആവശ്യപ്പെട്ടതുപോലെ റൂളിങ് അവനെ വിളിച്ചു വരുത്തി ട്രാപ്പിലാക്കുന്നുണ്ട്. കാവൽക്കാർ തന്നെ വളഞ്ഞപ്പോഴാണ് അവൾ തന്നെ ചതിക്കുകയാണെന്ന് നിഞ്ചുവിന് മനസ്സിലാവുന്നത്. ഇതല്ലാതെ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് റൂളിങ്ങിന് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. അവൻ കൂടുതലൊന്നും പറയാൻ അനുവദിക്കാതെ അവൾ അവൻ്റെ ബോധം കെടുത്തുന്നുണ്ട്. ഷീയുടെ ആൾക്കാർ അവനെ ക്രൂരമായി ഉപദ്രവിക്കുന്നുണ്ട്. അവന് ബോധം വീണപ്പോൾ റൂളിങ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ആ മുറിവുകളൊക്കെ അവന് വേദനിച്ചത് അവൾ തങ്ങളെ ചതിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവൾ ഗ്രാൻഡ് മാസ്റ്ററെ ചതിച്ചതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. സിമാജിയാവോ ഇപ്പോൾ തന്നെ ഒരുപാട് പേരെ കൊന്നു കഴിഞ്ഞു. ഇനി അവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അതുകൊണ്ട് എനിക്ക് നീതി നടപ്പാക്കിയേ പറ്റൂ എന്നാണ് റൂളിങ് പറഞ്ഞത്. പക്ഷേ സിമാജിയാവോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിന്നോട് ആരാണ് ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ച് നിഞ്ചു അപ്പോഴും അവളെ വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ്. കൂടുതൽ സംസാരിച്ചാൽ എനിക്ക് നിന്നെ കൊല്ലേണ്ടി വരുമെന്ന് പറഞ്ഞ് അവൾ എൻ്റെ അടുത്തേക്ക് കൂടുതൽ ചെല്ലുന്നുണ്ട്. ഈ ജീവിതം തന്നെ നീ തന്നതാണ്, അതുകൊണ്ട് എനിക്കിത് തിരികെ വേണമെന്നുണ്ടെങ്കിൽ എടുത്തോളൂ, എനിക്ക് യാതൊരു പരാതിയുമില്ല എന്ന് അവൻ വിഷമത്തോടെ പറയുന്നു. നീ ഇങ്ങനെ ഇവിടെ തടവിലായ വിവരം പുറത്തെല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എത്രയും പെട്ടെന്ന് സിമാജിയാവോ ഇതറിഞ്ഞ് നിന്നെ രക്ഷിക്കാൻ ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ അവനെ പിടികൂടാനാണ് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ റൂളിങ് അവനോട് പറയുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ തന്നെ അവൾ അവൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്നിട്ട്
ഒരാൾ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. നീ അവസരം നോക്കി എന്നെ ഒന്ന് കടിക്കണം, അതിനുശേഷം ശ്വാസം സീൽ ചെയ്ത് മരിച്ചതുപോലെ കിടക്കണം. നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ സഹായിക്കാം എന്നവൾ രഹസ്യമായി അവനോട് പറയുന്നു. അവൾ തന്നെ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ നിഞ്ചു അവളുടെ കഴുത്തിൽ തന്നെ കടിക്കുന്നുണ്ട്. ആ ദേഷ്യത്തിൽ അവനെ കൊല്ലുന്നത് പോലെ അവളൊരു സ്പെല്ല് പ്രയോഗിക്കുന്നു. നേരത്തെ അവൾ പറഞ്ഞിരുന്നത് പോലെ അവൻ മരിച്ചതുപോലെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഷീ അങ്ങോട്ടേക്ക് വരുന്നു. അവളിങ്ങനെ അവനെ കൊന്നത് എന്താണെന്ന് ചോദിച്ച് അയാൾ ദേഷ്യപ്പെടുന്നു. അവൻ ചെയ്തത് കണ്ടതല്ലേ, എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് റൂളിങ് അവനെ കുറ്റക്കാരനാക്കുന്നു. എന്നിട്ട് അവൻ്റെ ബോഡി അവിടെ നിന്ന് കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. പക്ഷേ അവൻ്റെ കാലിൽ അവൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള എന്തോ സ്പെല്ല് പ്രയോഗിച്ചിരിക്കുന്നത് ഷീ കാണുന്നുണ്ട്. അവശനായിരുന്നതിനാൽ സ്നേക്കിൻ്റെ രൂപത്തിലാണ് നിഞ്ചു രക്ഷപ്പെട്ട് സിമാജിയാവോയുടെ അടുത്തെത്തിയത്. അവൻ കുറച്ച് ബ്ലഡ് നൽകിയപ്പോൾ അവൻ വീണ്ടും മനുഷ്യരൂപത്തിലേക്ക് മാറുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നിഞ്ചു അവനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് അവൻ്റെ കാലിലുള്ള ട്രാക്കിംഗ് സ്പെൽ അവൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവനെ ഉപയോഗിച്ച് സിമാജിയാവോയെ കണ്ടെത്തുകയായിരുന്നു ഷിയുടെ പ്ലാൻ എന്ന് അവർക്ക് മനസ്സിലാവുന്നു. പക്ഷെ അപ്പോഴേക്കും ശത്രുക്കൾ അവിടെ എത്തിയതിൻ്റെ സൂചന സ്പിരിറ്റ് ഫയർ സിമാജിയാവോയ്ക്ക് നൽകുന്നു. അവൻ നിഞ്ചുവിനെയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവർക്ക് ചുറ്റും ഒരു സീൽ ആക്ടിവേറ്റ് ആവുന്നുണ്ട്. ഷിയുടെ കുറേ ശിഷ്യന്മാരായിരുന്നു അവർക്ക് നേരെ ഈ ആക്രമണം നടത്തിയത്. അവർ മുന്നിലെത്തിയപ്പോൾ സിമാജിയാവോ അവരെല്ലാം ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്നുണ്ട്. പക്ഷേ അവന് നേരത്തെ പരിക്ക് പറ്റിയിരിക്കുന്നതിനാൽ ഇപ്പോഴും അവൻ്റെ വായിൽ നിന്ന് ബ്ലഡൊക്കെ വരുന്നു. അവൻ്റെ കണ്ടീഷൻ വളരെ മോശമാണെന്ന് നിഞ്ചുവിന് മനസ്സിലാവുന്നുണ്ട്. ആ ശിഷ്യന്മാരെ ഒന്നും സിമാജിയാവോ കൊന്നിരുന്നില്ല. അവരിൽ നിന്ന് ഒരാളെ എഴുന്നേപ്പിച്ച് അവൻ തൻ്റെ കൺട്രോളിലാക്കിയിട്ട് തിരികെ ഷിയുടെ അടുത്തെത്തി. താൻ അവരുമായി ഫൈറ്റ് ചെയ്തില്ല, അവരെ കണ്ടപ്പോൾ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയായിരുന്നുവെന്ന് പറയണമെന്ന് ഓർഡർ നൽകുന്നു. അങ്ങനെ ആ ശിഷ്യൻ അതിനായി പോകുന്നുണ്ട്. അവരെ എന്തിനാണ് ഇങ്ങനെ വിട്ടയക്കുന്നതെന്ന് നിഞ്ചു ചോദിച്ചപ്പോൾ സ്പിരിറ്റ് ഫയർ കണ്ടെത്താൻ ഇവർക്ക് സാധിക്കും, അതിനു വേണ്ടിയിട്ടുള്ള എൻ്റെ ഇപ്പോഴത്തെ പപ്പറ്റ്സ് ആയിട്ടാണ് അവരെ ഞാൻ ഉപയോഗിക്കുന്നതെന്നൊക്കെ സിമാജിയാവോ അവനോട് പറയുന്നു. സമയമാവുമ്പോൾ അവർ എനിക്ക് വേണ്ടി ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഭംഗിയായി പൂർത്തിയാക്കും എന്നും അവൻ പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി റൂളിങ്ങിനോട് പറയുന്നതെന്ന് കൂടി പറഞ്ഞിട്ടാണ് അവൻ നിഞ്ചുവിനെ കൊണ്ട് അവിടെ നിന്ന് പോയത്. സിമാജിയാവോ അയച്ച ആ പപ്പറ്റെ തിരികെ എത്തി ഷിയെ വിവരം അറിയിക്കുന്നുണ്ട്. സിമാജിയാവോ അവരെ ആരെയും കണ്ടില്ല, മറിഞ്ഞു നിൽക്കുകയായിരുന്നു, അവരുമായി ഫൈറ്റ് ചെയ്തില്ല. ആ സീൽ തകർത്ത് നിഞ്ചുവിനെയും കൊണ്ട് പോയി എന്നാണ് സിമാജിയാവോ പറഞ്ഞിരുന്നതനുസരിച്ച് അയാൾ റിപ്പോർട്ട് ചെയ്തത്. ഷീ തൽക്കാലം അത് വിശ്വസിക്കുന്നുണ്ട്. ഷെൻഷുവും ഈ സമയത്ത് അയാളുടെ അടുത്തുണ്ട്. ഷെൻഷുവിനോട് ഒരു പാലസൈഡായ റിഗ്വയെ പറ്റി അന്വേഷിക്കാൻ ഷീ ഓർഡർ നൽകിയിരുന്നല്ലോ. പക്ഷേ സംശയകരമായ ഒന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഷെൻഷു അറിയിക്കുന്നു. പാലസൈഡുകളുടെ കൂട്ടത്തിൽ മറ്റേതെങ്കിലും സ്പൈ ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കാൻ ഷീ ഇപ്പോൾ ഓർഡർ നൽകുന്നുണ്ട്. സിമാജിയാവോ പോയിട്ട് കുറേ സമയമായതിനാൽ തിങ്ങാൻ തനിച്ചിരുന്ന് ആകെ ബോറടിക്കുകയായിരുന്നു. അവൾ മാജിക് കൊണ്ട് വായുവിൽ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. കുറച്ച് കോഡ് വാക്കുകളൊക്കെയാണ് അതിനായി അവൾ ഉപയോഗിച്ചിരുന്നത്. ഈ സമയത്ത് സിമാജിയാവോ അവിടെ എത്തുന്നു. പക്ഷെ അവൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമായതിനാൽ അവൻ കുറച്ച് പതുക്കെയാണ് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അവളിങ്ങനെ വായുവിൽ എഴുതിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് കൈക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും അവൻ വന്ന് അവളുടെ കയ്യിൽ പിടിക്കുകയും ചെയ്യുന്നു. അവൻ വന്ന് പിടിച്ചതോടെ കയ്യിൽ പ്രശ്നം സോൾവ് ആവുകയും ചെയ്യുന്നു. അവൻ വരാൻ വൈകിയതിന് അവൾ പിണക്കം നടിക്കുന്നു. അവൻ തൻ്റെ പ്രശ്നത്തെക്കുറിച്ചൊന്നും പറയാതെ അവളുടെ പിണക്കം തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൾ എന്താണ് എഴുതിക്കൊണ്ടിരുന്നതെന്ന് അവൻ അന്വേഷിക്കുന്നു. എൻ്റെ ഒരു സീക്രട്ട് കോഡാണിത്, നല്ല ക്യൂട്ടായിട്ടില്ല എന്ന് അവൾ ചോദിക്കുന്നു. പക്ഷേ അവനതിന് മറുപടിയായിട്ടൊന്ന് പുഞ്ചിരിക്കുകയാണ് ചെയ്തത്. നേരം ഒരുപാട് വൈകിട്ടും അവൾ ഉറങ്ങാതെ അവിടെ കുത്തിയിരിക്കുന്നത് എന്താണെന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യം വരുന്നു. അവൾ അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നല്ലോ, അത് പറയാതെ ഞാൻ നിന്നെ കാത്തിരിക്കുകയൊന്നുമല്ല, നീ ഇല്ലാതിരുന്നപ്പോഴും ഞാൻ ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു, അങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ അവൾ പറഞ്ഞു തുടങ്ങുന്നു. സിമാജിയാവോ പെട്ടെന്ന് അവളെ അടുത്തേക്ക് പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ബോറടിച്ചിരിക്കുന്ന ദിവസങ്ങൾ ഇനി അധികം ഉണ്ടാവില്ല, അധികം വൈകാതെ ഇതൊക്കെ അവസാനിക്കും എന്ന് പറഞ്ഞ് അവൻ അവളെ സമാധാനിപ്പിക്കാനും ശ്രമിക്കുന്നു. അവൻ്റെ ആരോഗ്യം മോശമാണെങ്കിൽ ഇങ്ങനെ ധൃതി പിടിച്ച് ഒരു പരിഹാരം കാണേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ തിരിച്ചും സമാധാനിപ്പിക്കുന്നുണ്ട്. എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നീ വിഷമിക്കേണ്ട, നാളെ ഇവിടെ ഞാൻ നിന്നോടൊപ്പം കുറേ സമയം ചെലവഴിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവളെ കിസ് ചെയ്യുന്നു. അടുത്ത ദിവസം രാവിലെ അവൾ ഉണരുമ്പോൾ സിമാജിയാവോ അടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അവനൊന്ന് പുറത്തു പോയില്ല എന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമാവുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അവിടുത്തെ തെരുവുകളിലൊക്കെ നല്ല തിരക്കായിരിക്കും. ഒരു വിശേഷപ്പെട്ട ദിവസം വരാൻ പോവുകയാണെന്ന് അവൻ പറഞ്ഞപ്പോൾ അവിടുത്തെ ഫെസ്റ്റിവൽ വല്ലതുമാണോ എന്ന് അവൾ അന്വേഷിക്കുന്നു. ഫെസ്റ്റിവലൊന്നുമല്ല, പക്ഷേ നിനക്ക് എന്നെന്നും ഓർത്തിരിക്കാനുള്ള ഒരു ദിവസമാക്കി മാറ്റാൻ ഞാൻ ശ്രമിക്കാം എന്നവൻ പറയുന്നു. ആദ്യം ഫെസ്റ്റിവൽ ആയിരിക്കും, അന്ന് അവനോടൊപ്പം ഒരു ഡേറ്റിന് പോകാം എന്നൊക്കെ കരുതി അവൾ ശരിക്കും സന്തോഷമായിരുന്നു. ഇപ്പോൾ ഫെസ്റ്റിവൽ അല്ല എന്നറിഞ്ഞപ്പോൾ അവൾ കുറച്ച് നിരാശയാവുന്നു. എൻ്റെ കുഞ്ഞ് ഹൃദയം ആകെ തകർന്നിരിക്കുന്നല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. സിമാജിയാവോ ഇതൊക്കെ കേൾക്കുകയാണല്ലോ, അങ്ങനെ അവൻ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോകുന്നു. എൻ്റെ മനസ്സിലുള്ളത് അവൻ കേട്ടുവെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. പിന്നെ എൻ്റെ മൈൻഡ് ആകെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുമ്പോൾ മാത്രമേ നീ കേൾക്കുള്ളൂ എന്നല്ലേ പറഞ്ഞത്, ഇപ്പോൾ പിന്നെ എങ്ങനെയാണ് കേട്ടതെന്ന് ചോദിച്ച് അവൾ വഴക്കുണ്ടാക്കുന്നു. ഇപ്പോൾ നിൻ്റെ മനസ്സ് അങ്ങനെ അല്ലേ എന്ന് ചോദിച്ച് തിരിച്ചവൻ അവളെ കളിയാക്കുന്നുണ്ട്. അവൾ കുറച്ച് സമയം പിണക്കം നടിച്ചൊക്കെ ഇരിക്കുന്നു. കുറച്ച് ദിവസങ്ങളായി അവളുടെ ഒപ്പം ഇല്ലാതിരിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ട് ഇന്ന് അവളുടെ ഒപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നാണ് അവൻ ചോദിച്ചത്. ഫിഷ് ടൈമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം എന്നാണ് അവൾ പറഞ്ഞത്.
ഓഫീസിലൊക്കെ ഡ്യൂട്ടിക്കിടയിൽ കുറേ സമയം വെറുതെ ഇരിക്കാൻ പറ്റുന്നതിനെയാണ് അവൾ അങ്ങനെ ഉദ്ദേശിച്ചത്. അവൻ കരുതിയത് അങ്ങനെയല്ല. അതുകൊണ്ട് അവൻ അവളെ അവിടെയുള്ളൊരു ലേക്കിനടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. ഒരു ഗുഹയ്ക്കുള്ളിലാണ് ആ ലേക്ക്. അവിടെ എത്തിയിട്ടും എന്താണ് കാര്യമെന്ന് തിങ്ങാനും മനസ്സിലാവുന്നില്ല. നിനക്ക് ഫിഷ് ടൈമാണ് ഇഷ്ടമെന്നല്ലേ പറഞ്ഞത്, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, ഇഷ്ടം പോലെ മീനുകളെ പിടിച്ചോളാൻ അവൻ പറയുന്നു. അപ്പോഴാണ് അവൻ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. ഇങ്ങനെ ഇതിലിറങ്ങി മീനെ പിടിക്കുന്നതൊക്കെ നല്ല മെനക്കെട്ട പണിയാണ്, എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അതിനും അവൻ തന്നെ ഒരു സൊല്യൂഷൻ കാണുന്നു. അവൻ എന്തോ ഒരു മാജിക്ക് കാണിച്ചപ്പോൾ ആ ലേക്കിൽ നിന്ന് ഒരു ഫിഷ് തനിയെ ചാടി വന്ന് അവൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. അതവൾക്ക് നീട്ടിക്കൊണ്ട് ഇനിയിപ്പോൾ പ്രശ്നമില്ലല്ലോ, നിനക്ക് ഇഷ്ടമുള്ളത്ര ഇതിനെ തൊട്ടോളാൻ അവൻ പറയുന്നു. തിങ്ങാൻ എന്ത് ചെയ്യണമെന്നറിയില്ല, ഇതിപ്പോൾ ആകെ പണിയായിരിക്കുകയാണ്.